Hi friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. ഇത് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്താൽ മതിയാവും. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ചട്ടി എടുത്ത് വെക്കാം. അതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 8-10 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് പച്ചടിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് തേങ്ങൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ബീട്രൂട്ട് വെള്ളമൊക്കെ വറ്റി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് തേങ്ങേൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ തേങ്ങൻ്റെ ഒക്കെ പച്ചമണം പോയി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പാണ് തൈര് എടുത്തിട്ടുള്ളത്. കട്ടൊക്കെ ഉടച്ചിട്ട് വേണം നമുക്ക് തൈര് എടുക്കാൻ. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് പുളിയുള്ള തൈരൊന്നും വേണ്ട. ആവശ്യത്തിനുള്ള പുളിയുള്ള തൈര് മതി. ഇനി ഇതൊന്ന് നന്നായി തിളച്ചൊന്നും വരണ്ട. ഒന്ന് ചെറിയ ചൂടായാൽ മതി. അപ്പോൾ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ചട്ടി ചൂടായി. ഇനി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിത് വെളിച്ചെണ്ണയിൽ വേണം താളിച്ചെടുക്കാൻ. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ്. അപ്പോൾ ഇവിടെ കടുക് പൊട്ടി വന്നാൽ അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബീട്രൂട്ട് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റിയായ ബീട്രൂട്ട് പച്ചടി റെഡിയായി. ഇത് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ നല്ല റെസിപ്പിയുമായി വരാം. താങ്ക് യു. ബൈ.